ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്ന കണക്ക് തന്നെ നല്ല ഭംഗിയുള്ളൊരു പൂക്കളുള്ള ചെടിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ട്യൂബറസ് ബിഗോണിയ എന്നാണ്. അപ്പോൾ ബിഗോണിയ ഇനത്തിൽപ്പെട്ട ഒരു ചെടി. പക്ഷേ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. കാരണം ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ കൂടിപ്പോയി കഴിഞ്ഞാലോ സൂര്യപ്രകാശം കൂടിപ്പോയി കഴിഞ്ഞാലോ ഒക്കെ ഈ ചെടി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു ചെടിയാണ്. പക്ഷെ കാണാനോ അത്രയും ഭംഗിയുള്ള ചെടിയാണേ. എൻ്റെ കയ്യിൽ 7 കളറ് ചെടികളുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ ഭംഗിയാണ് കാണാൻ. നല്ല റെഡ്, ഇതിപ്പോൾ ഓറഞ്ച് ആയിരുന്നു, ഒന്ന് ഡബിൾ കളറ്, ഒന്നൊരു പീച്ച്, പിന്നെ യെല്ലോ, ഓറഞ്ച് ഒക്കെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ഡബിൾ കളറ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, ഇതിനകത്ത് 2 തരം പൂക്കളുണ്ടാവും ഒരു ചെടിയിൽ തന്നെ. ഒന്ന് ആൺപൂവും ഒന്ന് പെൺപൂവും. ഇപ്പം ഈ കാണുന്ന ഈ ചുവട് ഭാഗത്ത് ഒരു വിത്തുള്ള ഇതിന് പെൺപൂവാണ് ഇത്. പക്ഷെ മറ്റേ ആൺപൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പെറ്റൽസായിട്ട് റോസാപ്പൂവിൻ്റെ ഭംഗിയോടുകൂടി ഉള്ളതാണ് ആൺപൂവ്. അപ്പോൾ 2 പൂക്കളും ഒരെണ്ണത്തിൽ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ 3 രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതിനകത്ത് ഒന്ന്, നമ്മൾ ഈ കണ്ട കണക്ക് തന്നെ വിത്തുണ്ടല്ലോ, ഇതിൻ്റെ ആ പൂവിൻ്റെ ബാക്കിലുള്ള വിത്ത്, അതിനകത്ത് കുഞ്ഞു 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 വിത്തുകളുണ്ടാവും. 1000കണക്കിന് വിത്തുകളുണ്ടാവും. ആ വിത്ത് എടുത്തിട്ട് പാവി നമ്മൾ പിറ്റൂണിയൊക്കെ ഉണ്ടല്ലോ, പെറ്റൂണിയൊക്കെ നടുന്ന കണക്ക് പാവി കിളിപ്പിക്കുന്ന കണക്ക് പിടിപ്പിക്കാം. പിന്നെ 2 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടിയിൽ തന്നെ ഇപ്പം 3-4 തൈകൾ ഉണ്ട് ഒരു ചോട്ടിൽ നിന്ന് തന്നെ. അത് ഇളക്കിയിട്ട് വേരോടുകൂടി ഇളക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കാം. പിന്നെ 3 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി ഒരു 3-4 മാസം കഴിയുമ്പോൾ ഈ പൂക്കളൊക്കെ തീർന്ന് ഇത് ഉണങ്ങിപ്പോവും. നിന്ന നിപ്പിൽ തന്നെ ഉണങ്ങിപ്പോവും. അപ്പം ഇതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ വിത്തെന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല, വേരും കുറച്ച് ഭാഗങ്ങൾ ചുവട് ഭാഗം ഉണ്ടാവും. ആ ഭാഗം അങ്ങനെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെള്ളം നനയാതെയൊക്കെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇത് ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴത്തേന് നന്നായിട്ട് മുളയ്ക്കാൻ തുടങ്ങും. മുളച്ച് തൈകളുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. പിന്നെ ഇതിന് വേണ്ടുന്ന വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ ഭയങ്കരമായിട്ട് വേണ്ട ചെടിയാണേ. ഒന്ന്, ഇതിൻ്റെ പോട്ടി മിക്സിന് നമ്മൾ ചകിരിച്ചോറ്, അതേപോലെ തന്നെ പെർലൈറ്റ്, മണൽ, അങ്ങനെയുള്ള മണ്ണ് കൂടുതൽ എടുക്കാത്തതാണ് നല്ലത്. മണ്ണ് കുറച്ച് മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് ഒരു കളറാണ്. ഇപ്പോൾ ആ ചെടിയിൽ പൂക്കളില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഫോട്ടോ ഇട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് കമ്പോസ്റ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെടി നടുന്നതാണ് നല്ലത്. കാരണം വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെള്ളം നനവ് കൂടിപ്പോയി കഴിഞ്ഞാലോ ഒക്കെ ചെടി നശിച്ചു പോകും. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ചെടിയുടെ വേരിൻ്റെ ഭാഗത്തോ തട്ടിൻ്റെ ഭാഗത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഇലയുടെ ഭാഗത്തോ ഒക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ചീഞ്ഞു പോകും. അത്രയ്ക്ക് സെൻസിറ്റീവായിട്ടുള്ള ചെടിയാണ്. അപ്പോൾ പോട്ടി മിക്സ്, വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടി മിക്സ് വേണം തയ്യാറാക്കാനുള്ളത്. ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് അഴുകിപ്പോവും. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ നമ്മൾ ഒഴിച്ചു എന്ന് വെക്കട്ടെ, വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇങ്ങനെ ഒരുമാതിരി ചരിഞ്ഞ് നിൽക്കുന്ന കാണാം. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേന്
അതിൻ്റെ ചുവട് മൊത്തത്തിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആലോചിച്ചോണം ഇതിൻ്റെ ചുവട് അഴുകി തുടങ്ങി എന്നുള്ളത്. അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം, പോട്ടി മിക്സ് തൊട്ട് നോക്കണം. അത് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം അതിൻ്റെ ചട്ടിയുടെ അരിവിലായിട്ട്, എന്നുവെച്ചാൽ ചെടിയുടെ ചുവടിലായിട്ടല്ല, ചട്ടിയുടെ അരിവിലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഇലയിലോ തണ്ടിലോ ഒന്നും തട്ടാനും പാടില്ല. എന്നിട്ട് ഈ പൂക്കളിലൊന്നും നമ്മൾ വെള്ളം വീഴാനേ പാടില്ല കേട്ടോ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം സൂര്യപ്രകാശം കിട്ടുന്ന, രാവിലത്തെ സൂര്യപ്രകാശം കുറച്ച് കിട്ടുന്ന സ്ഥലം മതി. അതേപോലെ വൈകിട്ടത്തെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലവും, ഇത് രണ്ടും കിട്ടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലത്തെ സൂര്യപ്രകാശം 1 മണിക്കൂറെങ്കിലും കിട്ടുന്ന ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ചാൽ മതിയാവും. നല്ല പ്രകാശം കിട്ടുകയും വേണം, പക്ഷെ കൂടുതൽ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാലും ഇത് ഉണങ്ങിപ്പോവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതും സൂര്യപ്രകാശവും പോട്ടി മിക്സും പറഞ്ഞല്ലോ. ഇനി ഫെർട്ടിലൈസർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാത്തതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഈ പോട്ടി മിക്സ് തന്നെ കമ്പോസ്റ്റോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതിന്. അതും ജൈവമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഈ രാസവളങ്ങളോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ ചെടി പെട്ടെന്ന് ചിലപ്പോൾ ചീഞ്ഞു പോവും. ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ചെടി കണ്ടില്ലേ, ഇതിൽ നിന്ന് ഞാൻ അതിനകത്ത് ആറ് തൈകളോളം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 തൈകൾ പിഴുതിട്ട് ഞാൻ വേറെ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേമാതിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇനിയിപ്പം കിളിക്കോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. കിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ, ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, മേടിക്കും, നല്ല പൈസ കൊടുത്ത് മേടിക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അഴുകി പോവുകയും ചെയ്യും. അപ്പോൾ ഞാനത് കിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ പിന്നെ ഫെർട്ടിലൈസറിൻ്റെ കാര്യവും പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഈ ഫംഗസ് ബാധ, ഇനി വരുന്ന രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുകലാണ് ഏറ്റവും വലിയ രോഗം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇല തന്നെ അഴുകി ഇങ്ങനെ വീഴും, അതേപോലെ പൂക്കൾ അഴുകി വീഴും. ഇതൊന്നും ആ ചെടിയുടെ ചോട്ടിൽ കിടക്കാനേ പാടില്ല. അത് കിടന്നാൽ തന്നെയും ആ അഴുകലുണ്ടെങ്കിലും അത് ചെടിയെ മൊത്തത്തിൽ ബാധിക്കും. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇല ഇങ്ങനെ വീഴാറായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ എടുത്ത് മാറ്റി കളയുക. ദൂരെ ചെടിയുടെ ചട്ടിയുടെ ചോട്ടിൽ ഒന്നും ഇടരുത്, മാറ്റിയിടുക. അങ്ങനെ ആയാൽ പോലും ഈ ചെടി അഴുകിപ്പോവും. അപ്പോൾ അറിയാമല്ലോ, ഞാൻ ഈ പറഞ്ഞു വന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്